IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിന് കാരണക്കാരനായ സുകാന്ത് സുരേഷ് പോലീസ് കീഴടങ്ങി. കഴിഞ്ഞ 2 മാസമായി ഒളിവിലായിരുന്നു. IBയിലെ ഉദ്യോഗസ്ഥ, തിരുവനന്തപുരം എയർപോർട്ടിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥ, അവരും ഇവിടെ കൂടെ ഒന്നിച്ച് ട്രെയിനിങ്, IBയിലെ ട്രെയിനിങ് രാജസ്ഥാനിൽ നടത്തിയ വ്യക്തിയാണ് സുകാന്ത്. അദ്ദേഹത്തിന് IB ട്രെയിനിങ് കഴിഞ്ഞപ്പം എറണാകുളത്തെ എയർപോർട്ടിലും, പെൺകുട്ടി തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ ജോലിയായി. രണ്ടുപേരും സുഹൃത്തുക്കളാണ്. രണ്ടുപേരും ട്രെയിനിങ് കാലഘട്ടം മുതൽ സുഹൃത്തുക്കൾ. രണ്ടുപേർക്കും IB ജോലിയും കിട്ടി. ആ പെൺകുട്ടി മാർച്ച് 24, 2025 പേട്ട റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ITയുടെ അടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു. അവർ തമ്മിലുള്ള ബന്ധം സ്നേഹബന്ധത്തിൽ തുടങ്ങി അവസാനം വിവാഹം കഴിക്കാൻ വരെ എത്തി. അവർ രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെടുകയും ചെയ്തു. സുകാന്ത് എറണാകുളത്ത് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. മലപ്പുറംകാരനാണ്, ഏക മകനാണ്. പെൺകുട്ടിയുമായിട്ട് അടുപ്പത്തിൽ ട്രിവാൻഡ്രത്തുള്ള പെൺകുട്ടി ഇവിടുന്ന് എറണാകുളത്ത് പോകുക അയാളെ കാണാൻ. ഇവരെ സ്വന്തം കാറിലാണ് പോകുന്നത്. അവിടെ ചെന്ന് ഇയാൾ ഈ പെൺകുട്ടിയുടെ കാറിലാണ് അയാൾ സഞ്ചരിക്കുന്നത്. രണ്ടുപേരും ഒന്നിച്ച് പല സ്ഥലത്തും പോകും. പെൺകുട്ടി പ്രഗ്നൻ്റ് ആയപ്പം അയാളുടെ നിർബന്ധ പ്രകാരം ഒരു അബോർഷന് തയ്യാറായി. അതൊക്കെ പെൺകുട്ടിയുടെ മരണശേഷമാണ് ആ എവിഡൻസ് ഒക്കെ വരുന്നത്. പെൺകുട്ടിക്ക് അവരുടെ ബാഗിനകത്ത് അബോർഷന് സമയത്തുള്ള ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ, അതിൻ്റെ മരുന്ന് കഴിച്ചത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പെൺകുട്ടിയുടെ എയർ ബാഗിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഏക മകളാണ് ആ പെൺകുട്ടി. അവർ മേഘയുടെ അമ്മ പാലക്കാട് കളക്ടറേറ്റ് ജോലി, പിതാവ് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. ആ പെൺകൊച്ചിൻ്റെ സൗകര്യാർത്ഥം അവർ തിരുവനന്തപുരത്ത് എയർപോർട്ടിനടുത്തൊരു വീട് വാടകയ്ക്കെടുത്തു. ആ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്ന് എയർപോർട്ടിൽ പോകാൻ വേണ്ടി മാത്രം ഒരു കാർ വാങ്ങിച്ചു കൊടുത്തു. പെൺകുട്ടി കാറ് നന്നായിട്ട് ഓടിച്ച് വീട്ടിൽ വരും. ഈ സുകാന്തുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് IBയിലെ ട്രെയിനിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എറണാകുളത്ത് പോയി ഇയാളുമായിട്ട് ആ വഴിയൊക്കെ നടക്കുകയും ചെയ്തു. ഈ വിവരങ്ങളൊന്നും മാതാവും അറിയുന്നില്ല. അത് ശേഷം ഈ പെൺകുട്ടി വിവാഹം ആലോചിച്ച് അയാളുടെ വീട്ടിൽ പോയി എന്ന് പറയുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എതിർപ്പാണെങ്കിൽ അവരെ അറിയിച്ചു. പെൺകുട്ടിയുടെ ഇഷ്ടത്തിന് അവർ കല്യാണം ആലോചിച്ചപ്പം ആ സുകാന്തും പേരൻസും അതിനെതിരാണ്. കുട്ടി ആകെ ഡെസ്പറേറ്റായി. അയാളോട് പല പ്രാവശ്യം പറഞ്ഞു വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാകണം, ഇല്ല ഞാൻ ആത്മഹത്യ ചെയ്യും. കാരണം വലിയ പ്രതീക്ഷയോടെ ആ പെൺകുട്ടി ഇയാളെ വിവാഹം കഴിക്കാനും അയാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. അയാളത് മുതലെടുത്തു. ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യും എന്ന് അയാൾ പല പ്രാവശ്യം പറഞ്ഞു. ഓഗസ്റ്റ് 9 മരിക്കുമെന്നും പറഞ്ഞു. പിന്നെ അത് നീണ്ടു പോയി. അതിനുശേഷം ഇയാൾ അതൊരു കളിയാക്കലിൻ്റെ രീതിയിലേക്ക് വന്നു. എപ്പോഴാണ് നീ മരിക്കുന്നത് എന്നൊക്കെ വാട്സാപ്പിലും മെസ്സേജിലൊക്കെ ഇട്ടു. മരിച്ചു എന്ന് അറിഞ്ഞപ്പം തന്നെ അതെല്ലാം ഡിലീറ്റ് ചെയ്തു. പക്ഷേ ആ പെൺകുട്ടിയെ കളിയാക്കിക്കൊണ്ട് ടെലഗ്രാമിൽ കൂടെ ആരും കാണാതിരിക്കാൻ ഇവളുമായിട്ട് സംസാരിക്കുകയും എപ്പോഴാണ് നീ മരിക്കുന്നത് എന്ന് കൂടെ കുത്തി ചോദിക്കുകയും ചെയ്തു. ആ പെൺകുട്ടി ITIയുടെ ആ ഭാഗത്ത് റെയിൽവേ ട്രാക്കിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ജയന്തി ജനത ആ വഴി വന്നപ്പം അതിൻ്റെ ട്രെയിനിലെ ആ ഡ്രൈവറും ആ ട്രെയിനിലെ ഉദ്യോഗസ്ഥരും ഒരു പെൺകുട്ടി ആ ട്രെയിനിൻ്റെ മുമ്പിൽ കൂടെ ആ ട്രാക്കിൽ കൂടെ മൊബൈലിൽ കൂടെ എന്തോ പറഞ്ഞ് നടക്കുന്നതും ദൂരെ നിന്ന് അവർ കണ്ടു. പക്ഷേ വളരെ സ്പീഡ് കുറച്ചാണ് തിരുവനന്തപുരം എത്തിക്കഴിഞ്ഞു. ആ ട്രെയിന് അങ്ങോട്ട് വന്നപ്പം ട്രെയിനിൻ്റെ പാളത്തിൽ തല അതിൻ്റെ പാളത്തിൽ വെച്ച് കുട്ടി മരിക്കുകയായിരുന്നു. അതിന് തൊട്ടു മുമ്പ് തുടർച്ചയായിട്ട് ഇയാളെ വിളിച്ചോണ്ടിരുന്നു. ഞാൻ മരിക്കും എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴാണ് മരിക്കുന്നതെന്നാണ് അയാൾ ചോദിക്കുന്നത്. വളരെ ദാരുണമായ ഒരു അന്ത്യമായി. ഏക മകളാണ് മാതാപിതാക്കൾക്ക്. ഇയാൾ അതിനുശേഷം പേട്ട പോലീസ് കേസെടുത്തു. ഇയാളെപ്പറ്റി അന്വേഷിച്ച ഇയാൾ മുങ്ങി, ജോലി സ്ഥലത്ത് നിന്ന് മാറി.
അയാളെ വീട്ടിൽ മലപ്പുറത്ത് പോയി, മാതാപിതാക്കളും അവിടുന്ന് മുങ്ങി, വീട് അടച്ചു പൂട്ടിക്കിടന്നു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ അവിടുത്തെ പോലീസിൽ വന്ന് സറണ്ടർ ചെയ്തു. അവരെ ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചു. പക്ഷേ സുഗാന്ത് സുരേഷ് സറണ്ടർ ചെയ്തില്ല. അയാളെപ്പറ്റി ഒരു വിവരവുമില്ല. അയാൾ ഒളിവിൽ പോയി. പേട്ട പോലീസും അയാളെ മലപ്പുറം പോലീസും ഒക്കെ നിരന്തരം ഇയാളെ അന്വേഷിച്ച് നടന്നു. ഇയാളുടെ മൊബൈല് ഇയാൾ ഉപയോഗിക്കുന്നില്ല, എവിടെയുണ്ടെന്ന് മനസ്സിലായില്ല. എന്തായാലും 2 മാസം കഴിഞ്ഞപ്പം ഗത്യന്തരമില്ലാതെ ഇയാൾ ഹൈക്കോടതി മൂവ് ചെയ്തു. ഇയാളെ IB നിന്ന് പിരിച്ചുവിട്ടു. ഈ സംഭവത്തിന് ശേഷം പ്രേരണ കുറ്റം കൃത്യമായി അയാളുടെ തന്നെ വാട്സാപ്പിലും മെസ്സേജിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ടെലിഗ്രാമിലൊക്കെ ഉണ്ട്. ടെലിഗ്രാമിലുള്ളത് ഒഴിച്ച് ബാക്കിയെല്ലാം അയാൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെങ്കിലും ടെലിഗ്രാമിൽ അത് പോലീസ് റിട്രീവ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 24-നാണ് ചാക്കയുടെ 6-7 ട്രാക്കിൽ ഈ കുട്ടി മരണപ്പെട്ടത്. നീ പോയി ചാക് എന്ന് പല സന്ദർഭത്തിലും അയാൾ പറഞ്ഞു. കാരണം അയാൾ ആ കാര്യത്തിൽ വിജയിച്ചു. പെൺകുട്ടിക്ക് ഗർഭമുണ്ടായി, അത് അബോർഷൻ ചെയ്ത് കളഞ്ഞു. അയാൾ സേഫായെന്ന് അയാൾ ധരിച്ചത്. പക്ഷേ പെൺകുട്ടി പല സന്ദർഭത്തിൽ അയാളോട് പറഞ്ഞു, ഞാൻ ആത്മഹത്യ, എനിക്ക് വേറെ മാർഗമില്ല. പക്ഷെ അയാൾ അത് കളിയായിട്ട് കരുതി. എന്തായാലും ജോലി പോയി. ഇനി ഇന്ത്യയിൽ ഒരിടത്തും ജോലി കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അതിനുശേഷം അയാൾ ഇപ്പോൾ ഹൈക്കോടതി സറണ്ടർ ചെയ്തു. ഹൈക്കോടതി ബെയിലിന് മൂവ് ചെയ്തു. ഹൈക്കോടതി ബെയിൽ കൊടുത്തില്ല. ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിലായിരുന്നു. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ബെയിൽ തള്ളി. ബെയിൽ കിട്ടിയില്ല എന്ന് മനസ്സിലായപ്പം നേരെ ഓടിച്ചെന്ന് എറണാകുളം കമ്മീഷൻ ഓഫീസിൽ പോയി സറണ്ടർ ചെയ്തു ഇയാൾ. ഇന്ന് രാവിലെ ആ സംഭവം നടന്നു. തിരുവനന്തപുരത്ത് അവിടുത്തെ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് കമ്മീഷണർ ഇയാളെ കമ്മീഷൻ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഇനി അയാളെ തിരുവനന്തപുരം പേട്ട പോലീസിന് കൈമാറും. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിമിനൽ അബോർഷൻ്റെ ചാർജ് നിൽക്കുമോ എന്ന് പോലീസ് പരിശോധിക്കും. അബറ്റ്മെൻറ്റ് കമ്മിറ്റ് സൂയിസൈഡ് കൃത്യമാണ്. അതിന് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് പോലീസിൻ്റെ കയ്യിൽ. അയാൾ ടെലിഗ്രാമിലൊക്കെ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രേരണക്കുറ്റം കൃത്യമായിട്ട് നിലനിൽക്കും. 7 വർഷം അല്ലെങ്കിൽ 10 വർഷം വരെ അകത്തോട്ട് പോകും, അതിന് സംശയമൊന്നുമില്ല. എന്താണ് ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഇവരൊക്കെ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്? ഒരു കുട്ടിയെ പ്രേമിക്കുന്നെങ്കിൽ അതിനെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ അത് വിട്ടുകളയുക. എന്തിനാണ് അതിൻ്റെ പുറകെ നടക്കുന്നത്? അത് തന്നെ ഇയാളുടെ പേരിൽ വളരെയധികം ആരോപണങ്ങളുണ്ട്. ആ പെൺകുട്ടിയുടെ പണം മുഴുവൻ ഇയാൾ അടിച്ചെടുത്തു. ശമ്പളം കിട്ടുന്ന അപ്പം തന്നെ ഇയാളുടെ അക്കൗണ്ടിലേക്ക് ആ കുട്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇയാൾ കല്യാണം കഴിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കാം. മറ്റൊന്ന് ഇയാളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ആ കുട്ടിക്ക് ആഹാരം വാങ്ങിച്ച് കഴിക്കാൻ കൂടി പണമില്ലാതെ അക്കൗണ്ടിൽ വല്ലാതെ വന്നിട്ടുണ്ട്. സാമ്പത്തികമായി ആ കുട്ടിയെ ക്ഷയിപ്പിച്ചു. ആ കുട്ടിയുടെ ശമ്പളം മുഴുവൻ വീട്ടുകാരറിയാതെ തന്നെ അത് മുഴുവൻ ഇയാൾ കൈക്കലാക്കി. ആ കുട്ടിയുടെ കാറ് ഇയാൾ നിത്യം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചൊപ്പം സാമ്പത്തികമായി ചൂഷണം ചെയ്ത വ്യക്തിയാണ് ഇയാൾ. അതുകൊണ്ട് സുഗാന്തിന് ഇതിനകത്തുനിന്ന് തീർച്ചയായിട്ടും കഠിന ശിക്ഷ തന്നെ കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ചെറുപ്പക്കാരെല്ലാം, ഒരു പെൺകുട്ടി ഇതുപോലെ ചതിക്കരുത്. നിങ്ങൾക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്, ആ കുട്ടിയെ കല്യാണം കഴിക്കുക. ആ കുട്ടിയുടെ ആവശ്യം അനുസരിച്ച് ആ കുട്ടി അത് കല്യാണം കഴിക്കാനാണോ നിങ്ങളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ കല്യാണം കഴിക്കുക. അതിന് സൗകര്യമില്ല, നിങ്ങൾക്ക് സാമ്പത്തികമാണോ നോട്ടോ, അല്ല വേറെ പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ചതിക്കരുത്. ചതിച്ചാൽ ഇതുപോലെയുള്ള സംഭവം ഉണ്ടായാൽ അയാളുടെ അന്ത്യം തന്നെ എന്ന് പറയേണ്ടി വരും. ജീവിതാവസാനം വരെ ജയിലിലും അവിടെ ഇവിടെയൊക്കെ കിടക്കേണ്ടി വരും എന്ന് ആലോചിച്ചോണം. കാരണം എത്രയോ കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ കേസ് ആലോചിച്ചോണം, രണ്ടുപേരും വിദ്യാഭ്യാസമുള്ളവരും, രണ്ടുപേരും IBയിലെ ഉദ്യോഗസ്ഥർ, രണ്ടുപേരും ഒന്നിച്ച് ട്രെയിനിങ് രാജസ്ഥാനിൽ കഴിച്ചവർ, എല്ലാ കാര്യം ശമ്പളവും ഉണ്ട്. ഇയാളും ഏക മകനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പെൺകുട്ടി ഏക മകളാണ്. ആ കുടുംബത്തിലെ പിതാവിനും ഭാര്യയ്ക്കും ഈ കുട്ടി മാത്രമേ ആശ്രയമുള്ളൂ. അവരുടെ ദുഃഖം നമ്മൾ കാണുന്നുണ്ട്. അതേസമയത്ത് ഈ പ്രവൃത്തി ചെയ്തവനെ ഇനി റിമാൻഡിലോട്ട് പോകും. അതിനകത്ത് ശേഷം ആ കേസിൻ്റെ ചാർജ് ഷീറ്റ് പെട്ടെന്ന് അവർ കൊടുക്കും. ഇയാൾ പൂജപ്പുര ജയിലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജയിലിൽ ഒരു 10 വർഷം കിടക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.